വൈഫൈ ഇല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആർക്കും ഓഫീസിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. വൈഫൈ ഇല്ലാത്ത കാരണം പറഞ്ഞാൽ നമ്മളൊക്കെ ജോലി ചെയ്യണതൊക്കെ അവിടെ നിർത്തി വെക്കും. കാരണം വൈഫൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും നമുക്ക് ഫിലിം ഡൗൺലോഡ് ചെയ്യുന്ന ഓഫീസ് വൈഫൈ ഉണ്ടല്ലോ, എല്ലാത്തിനും നമുക്ക് വൈഫൈ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് കുറേ ആൾക്കാർ ഓഫീസിൽ പോണത്. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വൺ ഓഫ് ദി ടോപ്പ് കമ്പനീസിൽ ഒന്നായ ഗൂഗിളിൻ്റെ ഓഫീസിൽ ഇപ്പോൾ വൈഫൈ കിട്ടുന്നില്ല. കുറച്ച് മാസങ്ങളായി സ്റ്റാഫുകൾ കിടന്ന് എടങ്ങേറാവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഗൂഗിളിന് പോലും ഒരു പിടുത്തില്ല. കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയൊരു ഓഫീസാണിത്. അതായത് ഗൂഗിൾ തന്നെ ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു ഓഫീസ്. ഇതിൻ്റെ റൂഫ് ടോപ്പ് വരുന്നത് എന്താ പറയുക, മറ്റേ തിരമാലകൾ ഉണ്ടല്ലോ, ആ തിരമാലകൾ പോലെയാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. അതുകൊണ്ടാണ് സിഗ്നൽ കിട്ടാത്തതെന്നാണ് സ്റ്റാഫുകൾ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ ഒരുപാട് പ്രോജക്ട്സ് ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഇഥർനെറ്റ് കേബിൾ വഴി, അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട്. ഒരു ഗതിയില്ലാണ്ട് മാനേജർമാർ പറഞ്ഞാൽ തരാം, അടുത്തുള്ള കഫേയിലെ വൈഫൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോളിന്ന്. കാരണം അത് പറയാമെന്നല്ലാണ്ട് ഓരോ കയ്യിൽ വേറെ ഓപ്ഷൻ അവിടെ ഇല്ല. അവർക്ക് കിട്ടുന്നില്ല വൈഫൈ. എന്നിട്ടിപ്പോൾ അറ്റ് ലാസ്റ്റ് അവരിപ്പോൾ കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ലാപ്ടോപ്പ് അവിടുത്തെ എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഒരു വലിയ ഓഫീസ് തുടങ്ങി വെച്ചിട്ട് വരുന്ന സ്റ്റാഫുകൾക്കൊക്കെ ഈ ലാപ്ടോപ്പ് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ? കാരണം അത്രയും വലിയൊരു ഓഫീസിൽ വൈഫൈ കിട്ടിയേ പറ്റൂ. പക്ഷേ എങ്ങനെ എന്ത് എന്നൊന്നും ഇപ്പോൾ ഗൂഗിളിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഗൂഗിൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൂഗിൾ നമുക്ക് ഒരുപാട് സഹായം ചെയ്തു തരുന്നതാണ്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഗൂഗിൾ കമ്പൽസറി ആണ്. ഏതൊരു ഓഫീസിലും ഗൂഗിൾ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. സോ ഗൂഗിളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കാണണം. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിളിലൊന്ന് അറിയിക്കാം. അതായത് എൻ്റെ കയ്യിൽ ഈ ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷനായി, എന്നിട്ട് പേയ്മെൻ്റ് ഒക്കെ വാങ്ങാം. കാരണം കഴിച്ചിലാവും. കാരണം അത്രയും സ്റ്റക്കായി നിൽക്കുകയാണ് അവർ. അപ്പോൾ അവർക്കൊരു ഐഡിയ കൊടുത്തിട്ട് ഇപ്പോൾ നല്ല ചാൻസാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാവാൻ പറ്റിയൊരു ചാൻസാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആലോചിച്ച് കണ്ടുപിടിക്കുക ഗൂഗിളിൽ ഈ ഒരു വൈഫൈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് വളരെ വലിയൊരു കോടീശ്വരമാവാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലോണം ആലോചിച്ച് കണ്ടുപിടിക്കുക. കൂടാതെ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.